2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചപ്പോൾ വലിയ ആവേശത്തോടെയും വലിയ പ്രതീക്ഷകളോടെയുമാണ് മലയാളി ആരാധകർ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണാൻ കാത്തിരുന്നത്. സഞ്ജു ഓരോ തവണ ഇറങ്ങുമ്പോഴും കേരളത്തിലെ കായിക പ്രേമികൾക്ക് അത് വെറുമൊരു മത്സരമല്ല, മറിച്ച് വലിയൊരു വൈകാരിക അനുഭവം കൂടിയാണ്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ എളുപ്പമായിരുന്നില്ല ലോകകപ്പിലെ സഞ്ജുവിന്റെ യാത്ര. ടൂർണമെന്റിന്റെ തുടക്കത്തിലെ മത്സരങ്ങളിൽ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. പകരം റിസർവ് ബെഞ്ചിലായിരുന്നു താരത്തിന്റെ സ്ഥാനം. ആരാധകരിൽ വലിയ നിരാശയും അസംതൃപ്തിയും ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഈ തീരുമാനം. എന്നാൽ ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചത്. ഇപ്പോൾ തനിക്ക് ആദ്യ മത്സരങ്ങളിൽ അവസരം നഷ്ടപ്പെടാൻ കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചും സഞ്ജു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലോകകപ്പിന് തൊട്ടു മുമ്പ് നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം ഫോമാണ് തനിക്ക് വലിയ തിരിച്ചടിയായതെന്നാണ് സഞ്ജു വ്യക്തമാക്കുന്നത്. സഞ്ജുവിൽ നിന്ന് വലിയ ഇന്നിംഗ്സുകൾ പ്രതീക്ഷിച്ച ആ പരമ്പരയിൽ 24, 6, 6, 10, 0 എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ റൺ നില. തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചിട്ടും ന്യൂസിലൻഡിനെതിരെ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തത് ലോകകപ്പ് 11-ൽ ഇടം നേടുന്നത് തടസ്സമായി. തനിക്ക് നേരിട്ട ഈ തിരിച്ചടിയെക്കുറിച്ച് സഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം ഫോം എനിക്ക് തിരിച്ചടിയായി. പിന്നാലെ കളത്തിലിറങ്ങിയ ഇഷാൻ കിഷൻ തകർത്തതോടെയാണ് ഇഷാൻ 11-ൽ ഇടം നേടിയത്. ആ സമയത്ത് മികച്ച ഫോമിലുള്ള ഒരു താരത്തെയായിരുന്നു ടീമിന് ആവശ്യം. ഇന്ത്യൻ ടീമിൽ ഇഷാൻ വേറൊരു ലെവലിലായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. തനിക്ക് മുകളിലേക്ക് ഇഷാൻ ഉയർന്നു വരുന്നത് വ്യക്തമായി കാണാമായിരുന്നു. സഹതാരത്തിന്റെ മികച്ച ഫോമിനെ തിരിച്ചറിയാനും അതിനെ യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കാനും കാണിച്ച ആ പക്വത സഞ്ജു എന്ന കായിക താരത്തിന്റെ മഹത്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ ലഭിച്ച തിരിച്ചടികളിൽ തളർന്നു പോകാൻ സഞ്ജു തയ്യാറായിരുന്നില്ല. ആദ്യ മത്സരങ്ങളിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നെങ്കിലും പരിശീലനത്തിലൊട്ടും അയവ് വരുത്താതെ അടുത്ത അവസരത്തിനായി താരം ക്ഷമയോടെ കാത്തിരുന്നു. ഒടുവിൽ ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ടീമിന് സഞ്ജുവിന്റെ സേവനം ആവശ്യമായി വന്നപ്പോൾ ആ അവസരം അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മൈതാനത്തിറങ്ങിയ സഞ്ജു അതിഗംഭീരമായ ഇന്നിംഗ്സിലൂടെ എതിരാളികളെ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയെ 2026 T20 ലോകകപ്പിൽ കിരീടത്തിൽ മുത്തമിടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കു വഹിച്ചത് സഞ്ജുവിന്റെ ഈ മിന്നും പ്രകടനമായിരുന്നു. നിർണായക മത്സരങ്ങളിലെ ഈ തകർപ്പൻ ബാറ്റിങ്ങിലൂടെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും സഞ്ജു സ്വന്തമാക്കി. ബെഞ്ചിൽ നിന്ന് തുടങ്ങി ലോകകപ്പിന്റെ നെറുകയിൽ എത്തിച്ചേർന്ന സഞ്ജുവിന്റെ ഈ തിരിച്ചുവരവ് ഏതൊരു കായിക പ്രേമിക്കും വലിയ പ്രചോദനവും മലയാളികൾക്ക് എന്നെന്നും അഭിമാനിക്കുന്ന ചരിത്ര നിമിഷവുമാണ്.